ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നലെ ഒരു അബദ്ധം പറ്റിയമ്മ. അമ്മ അപ്ലോഡ് ചെയ്ത വീഡിയോ ഇല്ലേ, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ അറിയോ, അതിൽ കുറേ ഭാഗങ്ങളുണ്ടായിരുന്നു, വൈൻഡപ്പ് ഉണ്ടായിരുന്നു, എല്ലാവരും ബായ് പറയലുണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോയിട്ട് വളരെ ചെറിയൊരു വീഡിയോ ഞാൻ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അമ്മ അപ്ലോഡ് ചെയ്യുമ്പോൾ നോക്കിയില്ലേ അല്ലേ? അതല്ലേ ഞാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അയ്യോ, അപ്പൊ നീ അമ്മ ചെയ്യെന്ന് പറഞ്ഞല്ലേ, അതന്നെ അങ്ങനെ ആയത്. അതാണ് ഞാൻ അത് ചെയ്യാത്തത്. സാരില്ല, എന്താ ചെയ്യാ. അപ്പൊ ഒരു സോറി പറയും. സോറി കേട്ടോ, അത് ഞാൻ ഇന്നലെ ചെയ്തതിൽ അങ്ങനെ പറ്റിപ്പോയി. ഇതിന് മുമ്പ് ഒരെണ്ണം ചെയ്തു, അതിന് കുഴപ്പമൊന്നും ഉണ്ടാവുന്നില്ല. അമ്മ പഠിക്കുമ്പോ അതൊക്കെ അമ്മ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചെയ്തു. അപ്പൊ പിന്നെ ഇവനൊന്ന് നോക്കണ്ടേ അത്. ഞാൻ നോക്കിയിട്ടതിന് ശേഷം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സോറി കേട്ടോ, അത് എനിക്ക് അറിയാണ്ട് പറ്റിപ്പോയതാണ്. അവര് പാവം, പഠിക്കട്ടെ. അവര് വിചാരിച്ചിട്ടുണ്ടാവും അമ്മ അഹങ്കാരിയായി എന്തോ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി വിചാരിച്ചിട്ടുണ്ടാവും. എന്തോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തട്ടാണ്ട് എന്തോ പറഞ്ഞിട്ട് ആ കയ്പയ്ക്ക അത് ശരിക്ക് ആയോന്നും കൂടി അറിയില്ല. അപ്പോഴേക്കും വീഡിയോൻ്റെ പാട്ടിൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ മൊബൈലിൽ നോക്കണു, ദൈവമേ ഇത് എന്താ അമ്മ കാണിച്ചു വെച്ചിരിക്കണത്. ഒരു 26 മിനിറ്റിന്റെ വീഡിയോ 14 മിനിറ്റ് ആകുമ്പോൾ സോറി. അപ്പൊ ഞാനാണ് സോറി. അപ്പൊ ഇന്നത്തെ പാചകം ഒരു ചീരമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയൊക്കെ ചതച്ചിട്ടൊരു മീൻ വറ്റിച്ചത്. എന്റെ അമ്മ എപ്പോഴും ഇത് ചെയ്യും. അമ്മ അധികം ഇത് ചെയ്യാൻ എന്താ അറിയാം, ഈ മത്തിമീൻ കൊണ്ട് ആണ് ചെയ്യുന്നത്. അമ്മ അയിലില്ലേ, അയിലയുടെ ഒരു 2 കഷ്ണം എടുക്കും, അയിലയുടെ തല മെയിനായിട്ട്. എന്നിട്ട് അമ്മ ഈ മസാല ഇട്ടിട്ട് അതിങ്ങനെ വറ്റിക്കും. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും മക്കൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ആ മക്കളും പെൺമക്കളും ഒക്കെ പോയിട്ട് അമ്മ ഞങ്ങൾക്ക് അത് മതി എന്ന് പറഞ്ഞിട്ട് കഴിക്കും. അപ്പൊ എനിക്ക് ഇന്നൊരു അമ്മ അത് വെച്ച പോലെയുള്ള എന്തായാലും ചീനമുളക് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം അത് ഉണ്ടാക്കിയാലോ എന്ന്. അതുകൊണ്ടൊരു കുറച്ച് ഇനി ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അത് ഇവരുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. കുറച്ചുണ്ടാക്കി നോക്കാം. വറക്കാനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ല അതെന്തായാലും അമ്മമ്മയുടെ ഏതാണെങ്കിൽ നന്നാവും. എന്നാലും എനിക്ക് വിശ്വാസമില്ല നിങ്ങളെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് മീൻ എടുത്തിട്ട് അങ്ങനെ ഒന്ന് വെച്ച് നോക്കാന്ന് വിചാരിച്ചു. എനിക്ക് ഞാൻ കൂട്ടും, എനിക്ക് എൻ്റെ അമ്മ വെച്ചത് ഇഷ്ടമാണ്. പക്ഷെ നിങ്ങളത് എനിക്ക് എൻ്റെ അമ്മ വെച്ചത് ഇഷ്ടമാണ്. അത് മീനിന്റെ തലയൊക്കെയാണ് അമ്മ വെക്കുക. അതൊന്നും നിങ്ങൾ കൂട്ടിയില്ല. ഞാനിപ്പോ തലയില്ല, ഇത് മത്തിമീൻ കൊണ്ടേ വെക്കാൻ പോകുന്നു. അമ്മ അയില അയിലയുടെ തല കൂടിയിട്ട് വെക്കും. 2-3 കഷ്ണം അയിലിടും, ബാക്കിയൊക്കെ അയിലത്തല. നല്ല ടേസ്റ്റായിരുന്നു. എന്നിട്ട് ചോറിന്റെ കൂടെ ഒന്നല്ല കേട്ടോ, ചൂടായിട്ട് അമ്മ കഴിക്കുമ്പോൾ ഞങ്ങളും പോയിട്ട് കഴിക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഇഷ്ടമാണ്. അല്ല അവിടെ എന്റെ ചെറിയൊരു ചോദ്യം, നിങ്ങളുടെ വീട്ടിൽ കുറെ പട്ടി നായൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിനും കൂടി ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല? അല്ലമ്മ തലയടക്കം വെച്ച പിന്നെ എന്തായാലും കൊടുക്ക വാലോ? അതിനൊക്കെ കൊടുക്കും അമ്മ. അതിനൊക്കെ അമ്മ മീൻ തന്നെ കൊടുക്കും. അങ്ങനെ ഞാൻ വിചാരിച്ചു അമ്മേനല്ലമ്മ ഈ മീനിന്റെ തലയും കൂടി നിങ്ങൾ വെച്ച് തിന്നാ. അപ്പൊ ഈ നായക്കണ്ടി പട്ടിക്കണ്ടി ഇതിനൊരു 6-7 ചെറിയ ഉള്ളി, ഒരു 4 ഇതുള്ള വെളുത്തുള്ളി, പിന്നെ കാന്താരി മുളകല്ലേ, അത് കാരണം ഞാനൊരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. അത് പിന്നെ എരിവ് ഉണ്ടാവുമല്ലോ, എരിവ് കുറവൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇത് വറവിടേണ്ട ആവശ്യമൊന്നുമില്ല, വറ്റിക്കുന്ന സാധനമാണിത്. അപ്പൊ പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ പുളിവെള്ളം എന്ന് പറഞ്ഞാൽ അത് അധികം പുളി വേണ്ട. അപ്പൊ ഒരു കുറച്ച് പുളിയെ വേണ്ടതിന്. അത് അങ്ങനെയാണ് ഈ മീൻ. ഇതിൽ ഒരുപാട് പുളിയായത് നിൽക്കേണ്ട ആവശ്യമില്ല. ഇല്ല, അങ്ങനെയാണ് അമ്മ അത് വെക്കാറ്. അങ്ങനെയാണ് ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഓ നീയാണ് പറഞ്ഞു തന്നെ, എന്റെ അമ്മയല്ലേ? അമ്മയുടെ അമ്മ പറഞ്ഞു തന്നിട്ട് പിന്നെ ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തന്നല്ലോ. പിന്നെ നീ പറഞ്ഞു തന്നു. അപ്പൊ കാന്താരി മുളകിന്റെ മണം തന്നെ കേൾക്കാൻ നല്ല രസല്ലേ? ഇത് പച്ചമുളകല്ല കേട്ടോ, കാന്താരി മുളക് തന്നെ വേണം. ഉപ്പ്. അമ്മ ശരിക്കും ഇത് കാന്താരി മുളകാണോ അതോ ഗാന്ധാരി മുളകാണോ? കാന്താരി മുളക്, പിന്നെന്താണ് ചീനമുളക്, ചീനി അങ്ങനെയൊക്കെ പറയും. എന്താ നീ ഗാന്ധാരി പറയണല്ലോ? അല്ല ഗാന്ധാരി മുളകാണെങ്കിലേ ആ പാവാ സ്ത്രീ കാന്താരി. അപ്പൊ കുറച്ച് കറിവേപ്പില എന്താ അറിയോ, ഈ ഗാന്ധാരി മുളകാണെങ്കിൽ ഒരു കാരണവശാലും കൂട്ടാൻ പറ്റില്ല. കാന്താരി ആണെങ്കിൽ കൂട്ടാം. എന്തിനാ പറയും, ഭർത്താവ് കുരുടനാണ് വന്നിട്ട് സ്വന്തം കണ്ണ് കെട്ടുകയും ചെയ്തു. മക്കള് ചെയ്യുന്ന വികൃതികളും വെട്ടിത്തരങ്ങളൊന്നും കാണാണ്ട് ദുര്യോധനെ പോലെ ഏറ്റവും വലിയൊരു വില്ലനായിട്ട് മഹാഭാരതത്തിൽ ഒരു മകൻ വളരുകയും ചെയ്തു. ആ കണ്ണ് കെട്ടാണ്ട് അങ്ങനെ ആവണ്ടായിരുന്നോ അമ്മ? ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കല്ലോ.
സ്വാഭാവികം പറയേ, ചോദിക്കല്ലോ സ്വാഭാവികം. എന്താന്ന് പറഞ്ഞാൽ അമ്മ, ഇപ്പോൾ ചില മനുഷ്യന്മാരെങ്ങനെയാന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ അവൻ്റെയൊക്കെ വിശ്വാസം എന്താ പറഞ്ഞാൽ, ഞാൻ ദിവസം അമ്പലത്തിൽ പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എന്തെന്നെ ചെയ്താലും ദൈവം എന്നെ പൊറുക്കും. അല്ലെങ്കിൽ ഞാൻ പള്ളി പോയി ഒന്ന് കുമ്പസരിച്ചു, അതുകൊണ്ട് എൻ്റെ പാവമൊക്കെ പോയി, നാളെ ഒരു പാവം ചെയ്താൽ വീണ്ടും പോയി കുമ്പസരിക്കുക. ഞാൻ ഇന്നിതാ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ, ഇനി ഒരു കാര്യം ചെയ്യാം, ഇനി നേരെ എങ്ങനെ അമ്പലത്തിൽ പോയിട്ട് തൊഴുതിട്ട് തെറ്റിന് മാപ്പ് നൽകണേന്ന് പറയുക. എന്നിട്ട് അതവിടെ നിർത്തുന്നില്ല. പിറ്റേ ദിവസം വീണ്ടും തെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിയാണോ? അത് അഹങ്കാരമാണോ? യഥാർത്ഥത്തിൽ ഭഗവാന്റെ അമ്പലത്തിൽ അല്ല പള്ളിയിലും അമ്പലത്തിലും. അപ്പൊ ഈ ദൈവഭയമല്ല, ദൈവവിശ്വാസം ഭയങ്കരമാണ് അവർക്ക്. എന്ന് വെച്ചാൽ അവന്റെ വിചാരം, അപ്പൊ അവന്റെ വിചാരം എന്താ പറഞ്ഞ, ഞാൻ ദിവസം ഈ അമ്പലത്തിൽ പോയത് കൊണ്ട് എന്നെ ദൈവം ശപിക്കില്ല. അങ്ങനെ ഒരു ചെറിയൊരു തെറ്റിദ്ധാരണയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഞാനിത് തെറ്റ് ചെയ്തു, അപ്പോൾ തന്നെ അമ്പലത്തിൽ പോയി തൊഴുതു തീർന്ന തെറ്റിനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ അവസാനിച്ചു, ദൈവം അങ്ങോട്ട് ക്ഷമിച്ചു എന്നാണ് വിചാരം. പക്ഷെ അതാണോ സത്യം? ദൈവം എന്ന് പറയണത് നമ്മൾ പോയി തൊഴുതേനല്ല നൽകുക, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനാണ് ദൈവം വരം നൽകുക അല്ലേ. അപ്പോൾ പുരാണങ്ങളിൽ പണ്ടത്തെ ഒരു കഥയാണ്, ഈ മഹാഭാരത കാലത്തിൻ്റെ കഥ. എന്താ ശരിക്കും അമ്മക്കൊരു സംശയമുണ്ട്, ഈ ചെക്കനും മറ്റേ സന്യാസിയാവുമെന്ന് അല്ലേ? അല്ല, എനിക്ക് ചെറുപ്പം മുതലേ അതിനോടൊരു താല്പര്യമുണ്ട്. അപ്പോ ഇതില് ചില ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചെറിയൊരു കാര്യമുണ്ട്. ഇതിപ്പോ വേഗം വെച്ചെടുക്കല്ലേ, അല്ല മാമ, ചെറിയൊരു ഒരുപാട് അർത്ഥമുണ്ട്. ഇവന് എന്തൊക്കെ പറയവന്, ഇവൻ എവിടേക്ക് എത്തി? മഹാഭാരതത്തിലേക്ക് എത്തി, ദ്വാപര യുഗം അവിടേക്ക് എത്തി. ഇവൻ ഈ കാലത്ത് എന്തൊക്കെ പറയണ്ട്, എന്തിനാണ് ഇവൻ അങ്ങോട്ട് പോയിന്നല്ല നമ്മുടെ ചിന്ത. അമ്മ, അപ്പൊ ഞാനത് മറുപടി പറയട്ടെ. ആര് പാവം? അമ്മ ഞാനോ? അത് ശരിക്കും പാവം ഞാനാണ്. അപ്പൊ കേക്കമ്മ, കേക്കമ്മ പറഞ്ഞ കേക്ക്, അലുവ, ഉണ്ണിയപ്പം ഒന്നും വിളിക്കേണ്ട അവര്. അപ്പൊ ഞാൻ എന്താ പറയാൻ പോണെന്ന് പറഞ്ഞാൽ, ഈ അന്നത്തെ കഥ എന്തിനെന്ന് പറയണമെന്ന് നമുക്കൊരു ചിന്തയില്ലേ. ഇപ്പോ അറ്റ് പ്രസന്റ് എന്തൊക്കെയോ നടന്നുകൊണ്ടുണ്ട്. അതൊന്നും പറയാണ്ട് മീൻ ഇട്ട് കൊടുക്കുക, അതൊന്നും പറയാണ്ട് ഇവൻ എന്തിനാണ് ഈ പഴയ കാലത്തേക്ക് തിരിച്ചു പോകണമെന്നല്ല അമ്മ ചിന്തിക്കുന്നത്. അല്ല, ഇപ്പത്തെ ഉദാഹരണം ഇപ്പൊ തന്നെ നൽകാലോ. എന്താണ് ഇപ്പൊ പറയാൻ പോണെന്നുള്ളൊരു എന്താ പറയാ, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അല്ലമ്മ, ഓരോ പുരാണങ്ങളിലും ആ കഥകളിലൊക്കെ ഭാവി തലമുറയ്ക്ക് എത്ര യുഗങ്ങൾ കഴിഞ്ഞാലുള്ള തലമുറയ്ക്ക് ഒരു അർത്ഥമുണ്ട്. ഇപ്പോൾ അമ്പലങ്ങളിലോ അവിടെ ഇവിടെയൊക്കെ ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ, ചിലപ്പോൾ അവിടുത്തെ ദേവസ്വം ഭരിക്കുന്നവരായിരിക്കുക, പൂജാരിമാരായിരിക്കുക, അവരുടെയൊക്കെ ദൈവത്തിനെക്കാട്ടിലും വലിയ ഭാവമാണ് അവർക്ക്. അങ്ങനെ സംഭവിക്കുന്നുണ്ട് സാധാരണയായിട്ട് എല്ലാ സ്ഥലങ്ങളിലും. അപ്പോൾ ഞാൻ എന്തോ ആണ്. ഇപ്പോൾ ഇടയ്ക്ക് ഞാനൊരു സ്ഥലത്ത് അന്നദാനം, അവിടെ അന്നദാനം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ. ആ ഭക്ഷണത്തിൻ്റെ രുചിയൊന്ന് വേറെയാണ്. അത് മാത്രമല്ല ഭക്തിയുള്ളവർ അന്നദാനമൊക്കെ ഉണ്ട് പറഞ്ഞ് അവിടെ പോകണം തീർച്ചയായിട്ടും. അവിടെ പോകുമ്പോൾ ഒരാളുടെ സംസാരം കിട്ടും. പാവപ്പെട്ട ഒരു സ്ത്രീയോട് ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓടി ചെല്ലുമ്പോൾ കുറച്ച് റഫായിട്ട് സംസാരിക്കുക. എന്ന് വെച്ചാൽ അന്നദാനം എന്ന് പറഞ്ഞാൽ പ്രസാദ ഊട്ടാണ്. ആ പ്രസാദ ഊട്ട് കൊടുക്കുന്ന ആ സ്ഥലത്ത് ആ അമ്പലത്തിൻ്റെ ആരോ ആയിക്കോട്ടെ, ആ സംസാരത്തിലൊരു മയം വേണം. കാരണം ആ നിൽക്കുന്ന സാന്നിധ്യം, എവിടെയാണ് തൻ്റെ സാന്നിധ്യം, എവിടെയാണ് നിന്നിറക്കുന്നത്? ആ ജഗന്മാതാവിൻ്റെ സ്ഥലത്ത് ഒരു ദേവീക്ഷേത്രമാണ്. അവിടെ നിന്നിട്ട് നമ്മുടെ ഒച്ചത്തിൽ നമ്മൾ സംസാരിക്കാൻ പാടും. എന്തെന്നെ പട്ടവും സ്ഥാനം അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനം കൊടുത്തിറക്കുന്നത് ഒരു അനുഗ്രഹമായിട്ട് കരുതിയിട്ടുണ്ടെങ്കിൽ, ആ അമ്പലത്തിനൊരു വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ, ഒരിക്കലും അമ്മേ അങ്ങനെ ഓടിച്ചാടി പോകണ്ട, അവിടെ നിന്നോളൂ, മെല്ലെ വന്നോളൂ എന്ന് പറയാം അല്ലേ. അതിൻ്റെ പകരം മാറി നിൽക്കങ്ങട് എന്നൊക്കെ പറയുമ്പോൾ എത്ര മോശപ്പെട്ട കാര്യമാണ്. ഒരു വ്യക്തിയുടെ വായന അങ്ങനെ വരാൻ പാടോ അമ്പല സ്ഥലങ്ങളിലൊക്കെ? അപ്പോൾ അവരെ പോലെയുള്ള ചില ആൾക്കാർക്ക് അതുപോലെ തന്നെ ദിവസം, അതുപോലെ തന്നെ അമ്മ ദിവസം ഗായത്രി മന്ത്രങ്ങൾ പറയുക. അതുപോലെ തന്നെ മഹാഭാരത, രാമായണ, പുരാണ, ബൈബിളൊക്കെ വായിക്കുക. വായിച്ചിട്ട് നിങ്ങളൊരു നന്മ ആരോടും ചെയ്യില്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് വായിക്കണു? ദൈവത്തിന് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ നിങ്ങൾ എഴുതിയതൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ കാലഘട്ടത്തൊക്കെ ഞാൻ വായിച്ചിട്ട് എനിക്ക് പുണ്യം കിട്ടരുതെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു പുണ്യപ്രവൃത്തി ചെയ്യുന്നില്ല. അത് വായിച്ചത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വല്ല ഗുണം ഉണ്ടാവുമോ? ഗുണം ഉണ്ടാവണമെങ്കിൽ വായിച്ചത് മനസ്സിലാക്കണം, അതുപോലെ പ്രവർത്തിക്കണം, അതുപോലെ ജീവിക്കണം. അങ്ങനെ എത്ര പേരെന്നെ ചെയ്യുന്നുണ്ട്? അപ്പോൾ ഈ ഒരു കഥ, ഈ പുരാണത്തിൻ്റെ ചെറിയൊരു കഥ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ വായിക്കുന്ന എല്ലാവരും അങ്ങനെ ജീവിക്കില്ല. വായിക്കുന്ന ഒരുവിധ ആൾക്കാരൊക്കെ അപ്പുറത്ത് പോയിട്ട് ഒരാളിനെ തൊടാനും കൂടെ അയിത്തം കാണിക്കണം. അയ്യോ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ വേഗം പോയി കുടിക്കണം. മനുഷ്യനെ തൊട്ട എന്തിനു കുടിക്കണം? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തിനു കുടിക്കണം? ഈ മനുഷ്യനെ സൃഷ്ടിച്ച ഭഗവാനല്ലേ, അതിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ അയിത്തുണ്ടോ?
അങ്ങനെയൊക്കെ കൽപ്പിക്കുന്ന ആൾക്കാർ ഇന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. ഇന്നുണ്ട്, ഉണ്ട്. അതൊന്നും മുഴുവനായിട്ട് വിട്ടുമാറാണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ചങ്ങലയ്ക്ക് കെട്ടിയിട്ടൊരു ഗ്ലാസ് വെച്ചിട്ടുണ്ടാവും. എന്തിനാണെന്നറിയോ? നമുക്ക് വഴി കൂടെ പോകണമെന്ന് ദാഹിച്ചാൽ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കഥയിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ സമ്പത്തിൻ്റെ ഏറ്റവും വലിയ ആൾ ഗുരുവായൂരപ്പനായതുകൊണ്ടാണല്ലോ 99% ആൾക്കാരും ഗുരുവായൂരപ്പൻ്റെ ഫാൻസ് ആയിരിക്കണത്. ഈ ശിവൻ എന്ന് പറഞ്ഞ ചുടല ഭസ്മൊക്കെ തേച്ച് മൂപ്പർക്കൊരു പാലസില്ല, ഒന്നുമില്ല, കൊട്ടാരമില്ല, സ്വർണ്ണാഭരണങ്ങളൊന്നും ധരിക്കില്ല, പകരം കഴുത്തിലൊരു പാമ്പ്, പുലിൻ്റെ തോലിലൊരു വസ്ത്രം, ഇതൊക്കെ ഇട്ട ആൾക്കാരുടെ അടുത്തൊന്നും ആരും കൂടുതൽ പോകില്ല. അതെനിക്കൊരു ചോദ്യം ഉണ്ട് കേട്ടോ. എന്താണ് ശിവഭക്തർ കുറവെന്ന് ചോദിച്ചാൽ അതിന് മെയിൻ ഉദാഹരണം എന്താ അറിയോ? ലക്ഷ്മി ദേവി വസിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ അല്ലേ? അതുകൊണ്ടും പിന്നെ ഏറ്റവും സമ്പന്നം കൃഷ്ണനാണ് പറഞ്ഞൊരു ചെറിയൊരു ഇതുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ. ഇല്ലയെന്നൊന്നും പൂർണ്ണമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ഒന്ന് തന്നെയാണ്. പക്ഷെ എന്നാലും നൽകുന്നവൻ പരിപാലകനാണ്. അവിടെ പോയി ചോദിച്ചാലേ കിട്ടുള്ളൂ എന്നുള്ളൊരു ധാരണ ഉണ്ടോ? ആ പ്രാർത്ഥന ചെറിയൊരു സ്വാർത്ഥതയുണ്ടോ? ഉണ്ട്. അപ്പം അതാണ് മനുഷ്യൻ. ചെറുതായിട്ടൊന്നിങ്ങനെ മറിക്കാൻ പറഞ്ഞാൽ 2 വർഷം അങ്ങനെ മണകൊട്ടൊന്ന് പിടിച്ചോട്ട് വെച്ചിട്ട് പിന്നെ ഇളക്കി കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഉടയാണ്ട് ഇതങ്ങനെ. അപ്പം അമ്മ, ഈ മനുഷ്യൻ എത്ര വലിയ ഭക്തനാണെങ്കിലും എത്ര വലിയ വ്യക്തിയാണെങ്കിലും പ്രാർത്ഥനയുടെയും കൂടി ഒരു സ്വാർത്ഥതയുണ്ട്. ഇന്ന ഭഗവാനോട് പ്രാർത്ഥിച്ചാലാണ് സർവ്വ ഐശ്വര്യം കിട്ടുക വിശ്വാസം കൊണ്ട് മാത്രമാണ് ചില ദൈവങ്ങളെ നമ്മൾ ആരാധിക്കുന്നത്. അതില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ കൃഷ്ണൻ അങ്ങനെ നൽകാൻ കഴിവില്ലാത്തവനാണെങ്കിൽ തീർച്ചയായിട്ടും കൃഷ്ണനെ ആരും പ്രാർത്ഥിക്കില്ല. അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലാണ് ഈ സ്വാർത്ഥത. ഇന്ന ദൈവത്തിൻ്റെ അടുത്താണ് എല്ലാ ഭണ്ഡാരങ്ങളും ഉള്ളത്, സർവ്വ ഐശ്വര്യം ഉള്ളത്, പെട്ടെന്ന് പൈസ തരാൻ കഴിവുള്ളവൻ, ഈ ദൈവമാണെന്നുള്ളൊരു വിശ്വാസം കൂടി അതിലുണ്ട്. എത്ര പേരില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊന്നുണ്ട്. അതാണ് ശ്രീകൃഷ്ണ ഭക്തർ ഇങ്ങനെ കൂടി വരുന്നത്. മനസ്സിലായില്ലേ? അവിടെ തുറന്നു നോക്കി അവിടെ ഭണ്ഡാരം കിട്ടി, ഇവിടെ തുറന്നു നോക്കി അവിടെ നിധി കിട്ടി എന്നൊക്കെ പറയുന്നില്ലേ? അപ്പോൾ ഇത്രയൊക്കെയുള്ള ഭഗവാനെ പ്രാർത്ഥിച്ചാൽ അതിന് എന്തെങ്കിലും ഒരു നുള്ളിൽ നമുക്ക് തരുന്നൊരു വിശ്വാസം കൂടി അതിലുണ്ട്. ഞാൻ തെറ്റ് പറയില്ല. മനുഷ്യനാണ്, മനുഷ്യന് വ്യാമോഹങ്ങളുണ്ടാവും, ആഗ്രഹങ്ങളുണ്ടാവും, അത്യാഗ്രഹങ്ങളുണ്ടാവും. പക്ഷെ ഒരു മനുഷ്യനും നിസ്വാർത്ഥമായിട്ട് അമ്പലത്തിൽ പോകണമില്ല. പോയിട്ട് ഒരാളും പോയിട്ട് ദൈവം അപ്പം അങ്ങനെ അത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അതിനൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അതേപോലെ ദൈവം അതുപോലെയല്ല എന്നുള്ള ചിന്ത ഓരോരുത്തർക്കും. അതിനുള്ളൊരു ചെറിയൊരു കഥ ഞാൻ പറഞ്ഞുതരാം. ഈ മഹാവിഷ്ണു എന്ന് വെച്ചാൽ വൈകുണ്ഠത്ത് കാവൽക്കാരായ അജയനും വിജയനും, അമ്മ പ്രേംനസീരും ജയനാന്ന് വിചാരിക്കരുത്. ഇത് അവിടുത്തെ വൈകുണ്ഠത്ത് ദ്വാരപാലകന്മാരായ 2 പേര്. അപ്പോൾ ഈ ദൈവങ്ങളിലെക്കാട്ടിലും കൂടുതൽ ആ കാലഘട്ടങ്ങളിൽ ഈ മഹർഷികളുടെ ദൈവങ്ങളും കൂടി വന്നിച്ച് അവരുടെ കാലത്തൊട്ട് നമസ്കരിച്ച് പാദപൂജ ചെയ്യേണ്ടതെന്നാണ് കേട്ടത്. കാരണം അപ്പോൾ അവർക്ക് അത്രയും പവറാണ്. കാരണം അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് ദൈവത്തിന് പോലും ശക്തി കിട്ടുന്നത്. നമ്മുടെ ആരും പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവത്തിന് ശക്തി ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് ദൈവത്തിന് ശക്തി. അപ്പം അങ്ങനെ ഈ ദുർവാസാവ് മുനി എന്ന് കേട്ടിട്ടുണ്ടോ? ഏറ്റവും ദേശമുള്ള ആള് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കാരണം എന്താ അറിയോ? ഞാനോ അച്ഛനോ? അപ്പോൾ ഈ ശകുന്തലയ്ക്ക് ശാപം കൊടുത്ത കാരണം കൊണ്ട് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പോൾ ചെറിയൊരു തെറ്റ് കണ്ട് അപ്പം തന്നെ ശപിക്കുന്ന ഒരു വ്യക്തിയാണ്. മൂപ്പരൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞാൽ മൂപ്പര് മാത്രമല്ല, അന്നത്തെ സപ്തഋഷികൾ ആരായാലും അങ്ങനെ ഇന്ന സ്ഥലത്തൊക്കെ കയറി ചെന്ന കൈലാസമായാലും മഹാവിഷ്ണുവിൻ്റെ അടുത്തായാലും പെട്ടെന്ന് തന്നെ ഒരു ദ്വാരപാലകരും തടയില്ല. കാരണം അവർ ദൈവത്തിന് തുല്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുകളിൽ നിന്ന് ദൈവം തന്നെ പറഞ്ഞിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ ഇവർ പോണ സമയത്ത് ഇവർ തടഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഇപ്പോൾ പള്ളി ഉറക്കത്തിലാണ് മഹാവിഷ്ണു, അതുകൊണ്ട് കയറാൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ ദുർവാസാവാണ് പറഞ്ഞു. നിങ്ങൾ ആരാണെങ്കിലും ഇപ്പം അതിനുള്ളിൽ കയറാൻ പറ്റില്ല, ഞങ്ങളുടെ കടമയാണ്, നിങ്ങൾ അതിനുള്ളിലേക്ക് പോകാൻ പറ്റില്ല പറഞ്ഞു. ഭഗവാൻ ഉറങ്ങിയ ഒരു സമയമില്ല. കാരണം ഭഗവാൻ അവിടെ നിദ്രയിൽ നമുക്ക് കാണണ്ടെങ്കിലും ഭഗവാന്റെ മനസ്സ് ഈ ലോകം മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടുണ്ടാവും. അതറിയാത്ത വിഡ്ഢിയാണ് നീ, വഴിമാറി പറഞ്ഞു. കേട്ടില്ല. വഴിമാറി വന്നിട്ട് കേൾക്കാണ്ടായപ്പോൾ എത്ര പറഞ്ഞാലും കേൾക്കില്ല. അതിനൊപ്പം ഒരു എന്താ പറയുക, ഈ വാതിലിൻ്റെ ഉമ്മർത്ത് വന്ന് നിൽക്കുന്ന ആൾക്കാരെ പരിഹസം പോലെ ചെയ്യില്ലേ, അതുപോലൊക്കെയുള്ള പെരുമാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ദുർവാസാവിന് പെട്ടെന്ന് ദേഷ്യം വന്നു. അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന വ്യക്തിയാണ്. മൂപ്പർക്ക് ദേഷ്യം വന്നു. ദേഷ്യം വന്നപ്പോൾ മൂപ്പർക്ക് ശപിച്ചു. എന്താ ശപിച്ചെന്നറിയാം എന്നൊക്കെ? നീ ഇനി 3 ജന്മങ്ങൾ ഭൂമിയിൽ സാധാരണ മനുഷ്യനായിട്ട് ജനിക്കും. സാധാരണ മനുഷ്യനായിട്ട് ജനിച്ച 3 ജന്മങ്ങളിലും ഭഗവാൻ വിഷ്ണു 3 അവതാരങ്ങളെടുക്കും ഭൂമിയിൽ. ആ 3 അവതാരം ഏത് ഭഗവാനെയാണോ നീ കാവൽ നിന്നത് ആ ഭഗവാന്റെ കയ്യിൽ നിന്ന് വധിക്കപ്പെടുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ശാപം കിട്ടിയപ്പോൾ ഇവർ ആകെ അന്തമിട്ട് പോയി. ഒന്നും ചെയ്യാൻ പറ്റില്ല. ശപിച്ചു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇതൊക്കെ കണ്ടുകൊണ്ട്
മഹാവിഷ്ണു ചുരുക്കിയിരുന്നു. കാരണം എന്തറിയോ, ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനം കൊടുത്തു. എവിടെ? ഭഗവാന്റെ അടുത്ത് നിൽക്കാനുള്ള സ്ഥാനം. പക്ഷെ മനുഷ്യനെ മനസ്സിലാക്കാൻ അവർ പഠിച്ചില്ല. അഹങ്കാരം കൊണ്ട് സ്വയം മറന്നു. അപ്പോൾ എത്ര ഉയരത്തിലായിരുന്നു അവർ. ഒറ്റ ശാപം കൊണ്ട് എത്ര താഴ്ചയിലേക്ക് വന്നു. അങ്ങനെ 2 ജന്മങ്ങൾ കഴിഞ്ഞ് 3ാമത്തെ ജന്മമാണ് മഹാഭാരതത്തിലെ ശിശുപാലൻ്റെ ജന്മം. മനസ്സിലായില്ലേ? ശിശുപാലൻ എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ശിശുപാലൻ്റെ ജനനം 3ാം ജന്മം അതിൻ്റെ പറയാം. അങ്ങനെ കൃഷ്ണൻ്റെ അമ്മായിയുടെ മകനായിട്ട് ജനിക്കുകയാണ് ശിശുപാലൻ. അങ്ങനെ ജനിക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ, 3 കണ്ണ്, 4 കൈ, ഇതായിട്ടൊരു കുട്ടി ജനിച്ചു. ആ കുട്ടിക്ക് കഴുതര ശബ്ദമായിരുന്നു കരയുമ്പോൾ. അപ്പം അമ്മയൊക്കെ ഒരു ചെറിയ കുട്ടിയാകുമ്പോൾ അമ്മയ്ക്കൊരു കഴുതര ശബ്ദം പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞാൽ കേട്ടില്ലേ വേണം. അല്ല അപ്പം എനിക്ക് തന്നെ ആയിക്കോട്ടെ, അല്ല എനിക്ക് തന്നെ ആയിക്കോട്ടെ, അമ്മ അച്ഛനും കൂടെ എടുത്തുകൊണ്ടേ തോട്ടുകൊണ്ടേ കളയില്ലേ കഴുതര ശബ്ദം, 4 കൈയും 3 കണ്ണൊക്കെ ഉണ്ടെങ്കിൽ. പറയാൻ പറ്റില്ല. ഇതിനെ എങ്ങനെ വളർത്തത് നിങ്ങൾ? 2 കൈ ഉള്ളവൻ തന്നെ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ കുട്ടീനെ അന്ന് കാലത്ത് ഇങ്ങനൊക്കെ ഒരു കുട്ടി ജനിച്ച് അസുരൻ ജനിച്ചു വന്നിട്ട് കൊല്ലാൻ നോക്കുമല്ലോ. അങ്ങനെ കൊല്ലാന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേകിച്ച് ഒരു അസുര ശക്തി പോലൊരു ശക്തി പ്രത്യക്ഷപ്പെട്ടു. ആകാശമുട്ടുള്ളൊരു മനുഷ്യൻ, ദൈവമൊന്നുമല്ല. അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഒരു എന്തോ ഒരു ഇതിൽ പെട്ടത്, ഗന്ധർവനെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു യക്ഷനെ പോലെ ഒരു വ്യക്തി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഈ കുട്ടി സാധാരണക്കാരനല്ല, അതീവ ശക്തിശാലിയാണ്. ഇവനെ കൊല്ലാൻ ആർക്കും സാധിക്കില്ല, ഭൂമിയിൽ ആർക്കും സാധിക്കില്ല, ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കൂ. ആ വ്യക്തി ആരാന്ന് പറഞ്ഞാൽ ഈ കുട്ടി ആരുടെ മടിയിൽ പോയി ഇരിക്കുമ്പോഴാണോ സാധാരണ മനുഷ്യ കുട്ടിയായിട്ട് മാറുക, ആ വ്യക്തിയുടെ കൈ കൊണ്ട് വധിക്കപ്പെടും. അല്ലാണ്ട് ലോകത്താർക്കും വധിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുട്ടിയുടെ ചടങ്ങൊക്കെ ഉണ്ടല്ലോ, ഈ 90-ാം ദിവസം 28-ാം ദിവസം ചടങ്ങൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഈ കുട്ടി ആരെ കൊണ്ടാണ് മരണപ്പെടുകയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചുറ്റുവട്ടുള്ള രാജാക്കന്മാരെ മുഴുവനും വിളിച്ചു, ബന്ധു സ്വന്തക്കളെ മുഴുവനും വിളിച്ചു. അതേപോലെ ബലരാമനും കൃഷ്ണനും ഇതുപോലെ അമ്മായിയുടെ വീട്ടിലൊരു കുട്ടി ജനിച്ചിട്ടുണ്ട്, അമ്മായിക്കെന്ന് പറഞ്ഞിട്ട് അവരും വന്നു. ബലരാമൻ്റെ മടിയിലിരുന്നു, ഒന്നും സംഭവിച്ചില്ല, കഴുതര കരച്ചിൽ തന്നെയായിരുന്നു. ഈ കൈയൊക്കെ കണ്ട് ബലരാമനും അന്തം വിട്ടിരുന്നു. ഈ കയ്യും ഈ കണ്ണും ഇതൊക്കെ അപ്രത്യക്ഷമാവും. അപ്പോൾ ഒരു മനുഷ്യ കുട്ടിയുടെ രൂപം കിട്ടും. ആരുടെ മടിയിലിരുന്നിട്ടാണ് കിട്ടുക, പക്ഷെ അവരെ കൊണ്ട് തന്നെ മരണവും സംഭവിക്കും. അപ്പോൾ കൃഷ്ണന്റെ മടിയിൽ വെച്ചതും 3 കണ്ണ് 2ആയി, 4 കൈ 2 കൈയായി, ഒരു മനുഷ്യക്കുട്ടിയായി. ആ കഴുതര ശബ്ദം പോയിട്ട് ഒരു കുട്ടിയുടെ ശബ്ദത്തിൽ കരഞ്ഞു. ആദ്യം എല്ലാവർക്കും സന്തോഷമായി. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും മനസ്സിലായി, ഇതാണ് എൻ്റെ മകനെ വധിക്കാൻ പോണെന്ന് അമ്മായിക്ക് മനസ്സിലായിട്ട് മരുമോനെ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു വിധിയെ തടയാൻ ആരെക്കൊണ്ടും സാധിക്കില്ല, ഇത് ഈ കുട്ടിയുടെ വിധിയാണ്, ശിശുപാലൻ എന്ന പേര് വെച്ചിട്ട്. അപ്പോൾ ശിശുപാലൻ്റെ വിധിയാണ്, ഇതിനെ ആരെക്കൊണ്ടും മാറ്റാൻ പറ്റില്ല, എന്നെക്കൊണ്ടും മാറ്റാൻ പറ്റില്ല. വിധി എഴുതി കഴിഞ്ഞാൽ ഭഗവാനെ കൊണ്ടും മാറ്റാൻ പറ്റും. പ്രാർത്ഥനകൾക്കൊക്കെ തിരുത്തൽ മാത്രമേ സംഭവിക്കൂ, ചെറിയൊരു മാറ്റം പ്രാർത്ഥനയും കൊണ്ട് അത്ര മാത്രമേ സംഭവിക്കുള്ളൂ. നമ്മുടെ എന്താണോ നമുക്ക് വിധിച്ചിട്ടുള്ളത് അത് നമ്മൾ ചെയ്തേ പറ്റൂ. അപ്പോൾ ഇതിനെന്താണ് പരിഹാരം ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അവൻ ചെയ്യുന്ന 100 തെറ്റുകൾ ഞാൻ ക്ഷമിക്കും. എന്നെ എതിരിൽ വന്ന് നിന്ന് 100 തെറ്റുകൾ അവൻ ചെയ്യുമ്പോൾ ഞാൻ ക്ഷമിക്കും, പക്ഷെ 101ാമത്തെ തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ വധിച്ചിരിക്കും. കാരണം അതവൻ്റെ ജന്മഫലമാണ്, അതെനിക്ക് നൽകാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണനെ മോശപ്പെടുത്താൻ വേണ്ടി കൃഷ്ണൻ്റെ മയിൽപ്പീലി ചൂടി കൃഷ്ണനെ പോലെ വേഷം ധരിച്ച് പല ഇടങ്ങളിലും കൃഷ്ണന്റെ രൂപത്തിനോട് ഒരു സാമ്യതയുണ്ട്. കുറച്ചൊരു അങ്ങനെയുണ്ട്, പെട്ടെന്ന് കണ്ട കൃഷ്ണനാണെന്ന് തോന്നിപ്പോവും. അപ്പം മൂപ്പരെന്ത് ചെയ്തു, കൃഷ്ണന്റെ പോലെ വസ്ത്രം ധരിക്കുക, കൃഷ്ണനെ പോലെ മയിൽപ്പീലി ധരിക്കുക. അപ്പം അന്ന് കാലഘട്ടത്തിൽ എല്ലാവരും ഒന്നും കൃഷ്ണനെ കണ്ടിട്ടില്ലല്ലോ, അന്ന് വാട്സപ്പ് ഒന്നും ഇല്ലല്ലോ, ഫേസ്ബുക്ക് ഒന്നും ഇല്ലല്ലോ, ഇതാണ് കൃഷ്ണൻ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഓരോ ഗ്രാമങ്ങളിൽ പോയിട്ട് ഓരോ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് കൃഷ്ണനാണ് ചെയ്ത് എന്നുള്ള രീതിയിൽ വരുത്തുക. അപ്പോൾ പലയിടത്തും പോകുമ്പോൾ കൃഷ്ണന് ഭയങ്കര മോശപ്പേര്. ഇതൊന്നും കൃഷ്ണനെ ബാധിച്ചില്ല. കാരണം എന്താ, കൃഷ്ണൻ്റെ എതിരിൽ വന്നിട്ട് 100 തെറ്റുകൾ ചെയ്യണം. അങ്ങനെ ഒരു ദിവസം പാണ്ഡവരിൻ്റെ അറിയാലോ, വനവാസകാലമൊക്കെ കഴിഞ്ഞ് പാണ്ഡവർക്ക് ഈ കൗരവരും മഹാമാന്യന്മാരായ വ്യക്തികൾ ഒന്നും കൊടുക്കാണ്ട് പുറന്തള്ളിപ്പെട്ടതിന് ശേഷം ഒരു പ്രാവശ്യം അവർ രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെടുന്ന സമയത്ത് നല്ല സുന്ദരമായ ഒരു കൊട്ടാരമൊക്കെ പണിത് അവിടെ എല്ലാവരും വിളിക്കുന്ന സമയത്ത് അവിടെ ചെറിയൊരു ചർച്ചയുണ്ടായി. നമുക്കിത് ഓഫ് ചെയ്യാം. ഇതിലൊരു ഇത്തിരിയും കൂടി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇറക്കുന്ന സമയത്ത്. ഇനി എന്താണ് ഇടാണ്ട? ഒരു 2 പച്ചമുളക് ഇട്ടു. അപ്പം എന്തായാലും അവിടെ ഒരു ചോദ്യം വന്നു, ഈ സഭയിൽ ഏത് രാജാവാണ്? 2 പച്ചമുളക് ഇങ്ങനെ കയറി ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഇങ്ങനെ ഒറ്റിച്ചു കൊടുത്ത് അങ്ങനെ അടച്ചു വെക്കാം. അപ്പം ഇതിൻ്റെ നല്ല മണട്ടമ്മ, സൂപ്പർ മണം അമ്മ.
അവിടെ എന്തായി? അപ്പോൾ പാണ്ഡവരൻ്റെ ഒരു കൊട്ടാരമൊക്കെ പണിത് അവരൊന്ന് രക്ഷപ്പെട്ടിരിക്കുന്ന സമയം. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കൊട്ടാരം അതൊക്കെ പണിതിരിക്കുമ്പോൾ അവിടെ ഒരു ചോദ്യം വന്നു, ഈ സഭയിൽ പൂജിതനാരാണെന്ന്. അയാൾക്ക് അധ്യക്ഷ സ്ഥാനം കൊടുക്കണം. അവിടെ ഏറ്റവും വലിയ അധ്യക്ഷ സ്ഥാനം അയാൾ വഹിക്കട്ടെ. ആരാണെന്ന് ചോദിക്കുമ്പോൾ ഭീഷ്മ പിതാവ്. അങ്ങനെ എല്ലാ വ്യക്തികളും അവിടെ ഉണ്ട്, കർണനടക്കമുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഈ സഭയിൽ ദൈവമാണെന്ന് അന്ന് തന്നെ ആൾക്കാർക്ക് അറിയാമല്ലോ, ശ്രീകൃഷ്ണനാണ് പറഞ്ഞു. അപ്പോൾ ശിശുപാലൻ അങ്ങോട്ട് ഇടിച്ചു തന്നിട്ട് ശ്രീകൃഷ്ണനെ അപമാനിക്കാൻ തുടങ്ങി. ഈ കഥയൊക്കെ അത്യാവശ്യം എല്ലാവർക്കും അറിയാം. പെണ്ണുപിടിയനാണെന്നും കള്ളനാണെന്നും മോഷ്ടാവാണെന്നും ഇവനൊരു രാജാവല്ല, സാധാരണ ഒരു വ്യക്തി മാത്രമാണ്, ഇവന് ഒരുപാട് വലിയ രാജ്യമില്ല, അതില്ല ഇതില്ല എന്നിട്ട് എല്ലാവരും. ശിശുപാലൻ പറയാത്തതൊന്നുമില്ല. അപ്പോൾ കൃഷ്ണൻ പുഞ്ചിരിച്ചും കൊണ്ട് തന്നെ മുഴുവൻ കേട്ടു. നീ എന്തൊക്കെ പറയുന്നോ അത് പറഞ്ഞോ, പക്ഷെ നിന്റെ 100 തെറ്റുകൾ ഞാൻ ക്ഷമിക്കുന്ന വാക്ക് കൊടുത്തിട്ടുണ്ട്. 101ാമത്തെ തെറ്റ് നീ വധിക്കപ്പെടും പറഞ്ഞു. അപ്പോൾ 100 തെറ്റങ്ങോട്ട് കഴിഞ്ഞത് നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. ഇനി ഒരു തെറ്റ് ചെയ്യേണ്ടെന്നും പറഞ്ഞു. പക്ഷേ നിർത്തിയില്ല. 101ാമത്തെ തെറ്റ് പറഞ്ഞ ഉടനെ സുദർശന ചക്രം കൊണ്ട് ശ്രീകൃഷ്ണൻ ശിശുപാലനെ വധിച്ചു. ഈ കഥ അത്യാവശ്യം എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷേ ഈ കഥ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, എത്ര ഉന്നതമായ സ്ഥാനമായിരുന്നു ഈ ഒരു വ്യക്തിയുടെ. എവിടെയായിരുന്നു നിൽക്കേണ്ടായിരുന്നത്? വൈകുണ്ഠത്തിൽ, മഹാവിഷ്ണുവിൻ്റെ തൊട്ടടുത്ത്. ഭഗവാനെ ഒന്ന് ദർശിക്കാൻ കൊതിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ, കോടാനുകൂടി ആൾക്കാരുടെ ഇടയിൽ മഹാവിഷ്ണുവും ലക്ഷ്മീദേവിയും ഉള്ള തൊട്ടടുത്ത് അവിടെ നിന്ന് ഭഗവാന്റെ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കാൻ കഴിവുള്ള ഒരു വ്യക്തി അഹങ്കാരം കൊണ്ട് ആ ഉന്നത സ്ഥാനം കണ്ട് 3 ജന്മങ്ങളെടുത്തു. 3ാം ജന്മത്തിൽ ആ ഭഗവാന്റെ കയ്യിൽ 3 പ്രാവശ്യം വധിക്കപ്പെടുക. അപ്പോൾ ഈ കഥയിൽ നിന്ന് വരുന്നത് ഒരു ഉത്തരം എന്താണെന്ന് പറഞ്ഞാൽ, അമ്മ ചോദിച്ചിട്ട് എന്തിനായി പഴയ കഥ പറയണത് ചോദിക്കുന്നതിൻ്റെ ഉത്തരം എന്താ പറഞ്ഞത്, ഇന്ന് ഒരു ബൈബിൾ വായിച്ചുകൊണ്ടോ ഭഗവത്ഗീത വായിച്ചുകൊണ്ടോ ഖുർആൻ വായിച്ചുകൊണ്ടോ എൻ്റെ തെറ്റുകളെല്ലാം പോയി പിറ്റേ ദിവസം എനിക്ക് വീണ്ടും തെറ്റ് ചെയ്യുക എന്ന് പറയണതല്ല. നമ്മുടെ പ്രവൃത്തി അത് നന്നായ മാത്രമേ ദൈവം നമ്മുടെ ഒപ്പം ഉണ്ടാവുള്ളൂ. ദൈവത്തിൻ്റെ അടുത്ത് ചേർന്നിരുന്ന വ്യക്തി 3 പ്രാവശ്യം ദൈവത്തിനെ കൊണ്ട് വധിക്കപ്പെടണമെങ്കിൽ അത് ദുർവാസാവിൻ്റെ ശാപം മാത്രമല്ല. ദുർവാസാവ് അങ്ങനെ ശപിക്കണമെങ്കിൽ, ദുർവാസാവിന് അത് തോന്നണമെങ്കിൽ ഭഗവാൻ അതിന് കനിയണം. ഭഗവാൻ അറിയാതെ ഒരു പുല്ലും കൂടി ഇവിടെ മുളക്കില്ല. അപ്പോൾ ദുർവാസാവ് അവിടെ വരാനും ഈ ശപിക്കാനൊക്കെ കാരണം ഇയാളുടെ അഹങ്കാരമാണ്. അപ്പോൾ അഹങ്കാരം എത്രത്തോളം വലുതാവുന്നു, നമ്മൾ ഒരുപാട് ഉയരങ്ങളിൽ നമ്മൾ എത്തുമ്പോൾ അത്രത്തോളം ഒരുപാട് നമ്മുടെ മനസ്സ് നന്നാവണം. എന്ന് വെച്ചാൽ ചില മനുഷ്യർ ഞാൻ ഇന്ന സ്ഥാനം വഹിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ എന്തും ചെയ്യാം, എന്തും പറയാമെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദൈവത്തിന് നിങ്ങൾ ദിവസം നമിച്ചാലും നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയേ കിട്ടും. അതിൻ്റെ പകരം ഒരു ദിവസം കൂടി ദൈവത്തിനെ തൊഴുകാതെ ജീവിതത്തിൽ നന്മകൾ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുകയും ചെയ്യും, ദൈവം അവനെ അനുഗ്രഹിക്കുകയും ചെയ്യും. ദൈവത്തിനെ കാണണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾ കൊടുക്കുന്ന കർപ്പൂരത്തിലല്ല, നിങ്ങൾ കൊടുക്കുന്ന വഴിപാടിലല്ല, നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിലാണ് ദൈവം അനുഗ്രഹിക്കുക. അല്ലേ? ദൈവത്തിൻ്റെ യഥാർത്ഥ അനുഗ്രഹമുള്ളത് നിങ്ങൾ ഒരു ഗ്രന്ഥങ്ങളും വായിച്ച് അത് പഠിച്ച് ദൈവത്തിന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണമെന്നില്ല. ദൈവം തന്നെ രചിച്ചാണ് ഇത് മുഴുവനും. അപ്പോൾ അത് എന്തിനാണ് എഴുതി വെച്ചിരിക്കുന്നത്? നിങ്ങൾ പഠിച്ച്, നിങ്ങൾ പ്രവർത്തിച്ച്, അത് വായിച്ച് മനസ്സിലാക്കി അതുപോലെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലേ? ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ മോശപ്പെട്ട കാര്യം എഴുതിയിട്ടുണ്ടോ? ബൈബിളും ഖുറാനും ഭഗവത്ഗീതയൊക്കെ എടുത്തു നോക്കി എല്ലാ അവസാനം ചെന്നെത്തുന്നത് ചെറിയ വ്യത്യാസങ്ങളല്ലാണ്ട് എല്ലാത്തിലും ഒരേ അർത്ഥമല്ലേ ഉള്ളത്. അപ്പോൾ ഓരോ ഭാഗത്ത് ഓരോ രീതിയിൽ അവതരിച്ച ഒരേ ദൈവമാണിതെല്ലാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സന്ദേശമുണ്ട്. നിങ്ങൾ എൻ്റെ അടുത്തിരുന്നാലും എൻ്റെ അകലെ ഇരുന്നാലും നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന് മാത്രമേ നിങ്ങൾക്ക് ഗുണം ചെയ്യുള്ളൂ. നമ്മൾ തെറ്റുകൾ മാത്രം ചെയ്തിട്ട് ദൈവത്തിൻ്റെ അടുത്തുണ്ട്, അല്ലെങ്കിൽ ദിവസം ഗായത്രി മന്ത്രം പറഞ്ഞുകൊണ്ടൊന്നും സമ്പത്ത് വന്ന് ചൊരിയില്ല. നിങ്ങൾക്കൊരു വിധിയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾ ഇന്നത് സമ്പാദിക്കും, ഇന്ന നിലയിലെത്തും. പിന്നെ പ്രാർത്ഥനയ്ക്കുള്ള ശക്തി എന്താണെന്നുള്ള ചോദ്യത്തിന് എൻ്റെ ഒരു ബുദ്ധി ഞാനൊന്ന് പറയട്ടെ. ഇപ്പോൾ ശിശുപാലനോട് പറഞ്ഞില്ലേ 100 തെറ്റുകൾ ചെയ്യുക, 101 നീ വധിക്കപ്പെടുന്നു. അപ്പോൾ എന്താണ് ഈ 100 തെറ്റുകൾ ക്ഷമിക്കാൻ കാരണം? നിനക്കൊരു സമയമുണ്ട്, തിരുത്താൻ പറ്റും. തിരുത്താൻ പറ്റിയ കഷ്ടതയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. തിരുത്താൻ പറ്റിയില്ലെങ്കിൽ ഇല്ല ഞാൻ തിരുത്തില്ല, ഞാൻ ഇങ്ങനെ തന്നെ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പോലും രക്ഷിക്കാൻ പറ്റില്ല. ശരിയാണോ? അപ്പോൾ ഈ പുരാണ കഥയിൽ ഒരു അർത്ഥമുണ്ടോ? ആ തലമുറയ്ക്ക് മാത്രമല്ല, തലമുറ കഴിഞ്ഞ് ഈ തലമുറയ്ക്ക് ഒരു അർത്ഥമുണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഭഗവതി? ശരിയല്ലേ? ഇന്നമ്മ ഭഗവതി. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കും, എന്താടാ ഈ പുരാനൊക്കെ പറഞ്ഞിട്ട് എങ്ങടാ എൻ്റെ പുറപ്പാട്? ഇത് കഴിഞ്ഞിട്ട് ചോദിക്കും അല്ലേ? എനിക്ക് പേടിയാവണ്ടിട്ടോ മോനെ, എനിക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട്. നീ അങ്ങനെ മറ്റേ ഇവിടുന്ന് പോയാ പിന്നെ ഞാൻ എന്താ ചെയ്യുന്ന പറഞ്ഞാ അത് നീ പോയില്ല. എന്താ പറയാ, ആദ്യം കടമകൾ ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ടുള്ള ദൈവം. നീ വന്നിട്ട് സന്യാസിയാവും, നീ എൻ്റെ മുമ്പിൽ തന്നെ ഇരുന്ന് നീ എനിക്ക് വേണ്ടി മാത്രം ചെയ്യും. ഒരിക്കലും പറയില്ല. നിന്റെ കർത്തവ്യങ്ങളും ഒക്കെ ചെയ്യണം. അമ്മേനെയോ അച്ഛനെയോ കുടുംബത്തിനെയോ ഒക്കെ എല്ലാവരെയും വിട്ടിട്ട് എവിടെയെങ്കിലും
നീ സംരക്ഷിക്കണം. നീ അവർക്കെല്ലാം ജീവിതത്തിൽ അവർക്ക് വേണ്ടതൊക്കെ ചെയ്യണം. അല്ലാണ്ട് നീ എൻ്റെ അടുത്തേക്ക് അങ്ങനെ വരാനൊന്നും പറ്റില്ല പറഞ്ഞിരിക്കുന്നു. മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു ജനനം വേണം. ആ ജനനത്തില് ചില കടമകൾ അല്ല അവനൊരു അങ്ങനൊരു ബാധ്യതകളും ഉണ്ടാവാൻ പാടില്ല. ജനിച്ച് ഒരു 5 വയസ്സാകുമ്പോൾ തന്നെ പറയണം എൻ്റെ ജീവിതം സന്യസിക്കാൻ വേണ്ടി വെച്ചാണ്. അത്രയും മഹത്തരമായ അങ്ങനെയുള്ള വ്യക്തികൾക്ക് പോവുക. അല്ലാണ്ട് ഭാര്യനെയും അച്ഛനും അമ്മേനെയും കുട്ടികളൊക്കെ ഒഴിവാക്കി ചെയ്യുകയാണെങ്കിൽ ബീരുക്കെടുന്ന പറയുള്ളൂ. അല്ലേ അവിടെ പോയിട്ട് ഞാൻ പാറപ്പുറത്തിരുന്ന ചൂടാവുന്നല്ലാണ്ട് ചന്തി ചൂടാവുന്നല്ലാണ്ട് വേറെ ഗുണമൊന്നും കിട്ടാൻ വേണ്ടി ഒരു ദൈവം അനുഗ്രഹിക്കില്ല. അതിനേക്കാളും നിങ്ങൾ ചെയ്യാനുള്ള എല്ലാ കടമകളും ചെയ്യൂ. തീർച്ചയായിട്ടും എല്ലാ പ്രവൃത്തികളും മറ്റുള്ളവർ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പൊ നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടാവും. നിങ്ങൾ ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ കൂടെ ആ ദൈവം നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ദൈവം തന്നെ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കട്ടായി പോയത് കൊണ്ട് 26 മിനിറ്റിന്റെ വീഡിയോ 14 മിനിറ്റ് ആയതുകൊണ്ട് അവരോടൊക്കെ നന്ദി വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ എല്ലാവരുടെയും കൂട്ടായ്മയുള്ള പ്രാർത്ഥനയും കൊണ്ട് അമ്മയ്ക്ക് ആരോഗ്യം 2 ഇരട്ടിയായി തിരിച്ചു വന്നു. ഇപ്പൊ ബൂസ്റ്റ് നിങ്ങളൊക്കെ സ്നേഹവും പ്രാർത്ഥനയും കൊണ്ട് ഞാനിപ്പോ പണ്ടത്തെക്കാളും ആക്റ്റീവ് ആയില്ലേ? അതെ. അപ്പൊ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കാണുമ്പോ അതിന്റെ എല്ലാം ക്രെഡിറ്റ് നിങ്ങൾക്കാണ് കേട്ടോ. അതെ. അപ്പൊ അത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾക്കാർ ഇന്നലത്തെ മെസ്സേജ് ഇട്ട് ചോദിക്കണമുണ്ട് സുഖായോ സത്യമായിട്ടും ഇന്നലെ അതൊക്കെ പറഞ്ഞായിരുന്നു. ഈ അമ്മയുടെ വിട്ടിത്തരം കൊണ്ട് ആ വീഡിയോ ശരിക്കും അപ്ലോഡ് ചെയ്തില്ലേ? അറിയാണ്ട് പറ്റിപ്പോയത് അറിയാണ്ട് തന്നെ എല്ലാം പറ്റിപ്പോ അറിയാൻ പറ്റി. അപ്പൊ മണ്ടത്തരം അതും പറയാൻ പാടില്ലേ? അപ്പൊ എന്തെങ്കിലും ഒന്ന് അപ്പൊ അതിൽ നമ്മൾ പറയാത്ത കാര്യം പറഞ്ഞിട്ടുള്ള കാര്യം ഇപ്പം അത് പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. എല്ലാവരുടെ പ്രാർത്ഥനകൾ പഠിച്ച് ഇന്നലെ തന്നെ ഉഷാറായി ഉണ്ടാവും. ഇന്നത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാം. പക്ഷെ അതിൽ നന്ദി വാക്ക് പറയാൻ വിട്ടുപോയതല്ല. അപ്പൊ നന്ദി വാക്ക് പറയാൻ വിട്ടുപോയതല്ല, അത് കട്ടായി പോയതാണ് അല്ലേ? അപ്പൊ എല്ലാവരും വിചാരിക്കും ഇത്രയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഒരു നന്ദി വാക്കും കൂടി പറഞ്ഞില്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നന്ദി വാക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്താ പറയുക, നിങ്ങളൊക്കെ എന്റെ സ്വന്തമല്ലേ, നിങ്ങളോടൊക്കെ ഞാൻ നന്ദി പറയണം. അതല്ല, എന്നാലും നന്ദി വാക്കിലൊരു സ്നേഹം ഉണ്ടെങ്കിൽ പറയാം. തന്നെയാണ് നിങ്ങളും. അതുകൊണ്ട് എനിക്ക് നന്ദിയൊന്നും പറയണ്ട. നിങ്ങളുടെ ആ സ്നേഹം എനിക്ക് എന്നും ഉണ്ടായാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ മീൻ കറി. ഇങ്ങനെ വറ്റിയിട്ടിരിക്കും. എൻ്റെ അമ്മ ഇങ്ങനെ അയിലമീനും പിന്നെ അയിലമീൻ്റെ തലയും കൂടിയിട്ട് ഇങ്ങനെ വെക്കും. പക്ഷെ നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് കൊള്ളിയുടെ കൂടി നല്ലതാണ് കേട്ടോ കഴിക്കാൻ. പിന്നെ ചോറിൻ്റെ കൂടെ ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഗ്രേവി ഇല്ല, അത് കുറച്ചുണ്ടാവുള്ളൂ. നിങ്ങൾക്ക് പിന്നെ മീനൊക്കെ കൂടുതലിടുമ്പോൾ അത് ആൾക്കാർക്കനുസരിച്ച് വെക്കാം. ഇതിപ്പോൾ ഇവിടെ ആരും ചിലപ്പോൾ കൂട്ടില്ല, ഞാൻ മാത്രമേ കൂട്ടുള്ളൂ എന്ന് തോന്നുന്നത്. ഇവൻ പറയുന്നുണ്ട് മണൊക്കെ കേൾക്കുമ്പോൾ ഇന്നൊരു പ്രാവശ്യം വെക്കാം. അപ്പൊ ഇതാണ് കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് മീൻ വറുക്കാനൊക്കെ ഉണ്ട്, അത് ഇപ്പൊ കാണിക്കണ്ട. ഓക്കെ, അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബായ്. പിന്നെ ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടി. ഓക്കെ, ഓക്കെ, ബൈ. ബൈ.